റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി. സ്നേഹാദരണീയരായ വിശ്വാസിനി സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് പരലോക സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ടും നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗ്യം കൊണ്ടും പരിശുദ്ധ റമദാനിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ് ഞാനും നിങ്ങളും. ഓരോരുത്തരുടെ മനസ്സുകളിലും അടിഞ്ഞുകൂടിയിട്ടുള്ള പാപക്കറകളെല്ലാം കഴുകിക്കളഞ്ഞ് വിശ്വാസി സമൂഹത്തിന് അള്ളാഹു നൽകുന്ന ഐശ്വര്യവും ഇസ്സത്തും നേടാൻ വേണ്ടി മത്സരിക്കുകയും അങ്ങേയറ്റം ത്യാഗം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു നമ്മളിൽ ഓരോരുത്തരും. കാരണം ഇത്തരത്തിലുള്ള ഇബാദത്തുകളെ കൊണ്ടും കർമ്മങ്ങളെ കൊണ്ടുമൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത് നാളെ അള്ളാഹുവിന്റെ അരികിലെത്തുമ്പോ അപമാനിക്കപ്പെടാതെ നിന്ദ്യനാക്കപ്പെടാതെ റബ്ബിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കണം എന്ന ഉദ്ദേശത്തോടെയാണ് നമ്മളൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഓരോരുത്തരും മറന്നുപോകുന്ന, നമസ്കാരം പോലെ നോമ്പ് പോലെ നമ്മളിൽ പലരും വേണ്ടത്ര ഗൗരവം കാണിക്കാത്ത ഒരു വിഷയം, ഒരുപക്ഷെ നാളെ പരലോകത്ത് നമ്മളിൽ പലരും തലകുനിക്കേണ്ടി വരികയും ചെയ്ത അമലുകളെല്ലാം അള്ളാഹുവിന്റെ മുൻപിൽ ഇല്ലാതായി പോകുകയും ചെയ്യുന്ന പരിശുദ്ധമാക്കപ്പെട്ട നോമ്പിന്റെ മുൻപുള്ള ഒരു വിഷയത്തെക്കുറിച്ച് ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവർത്തിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ആ സക്കാത്തിന്റെ വിഷയത്തിലാണ് നമ്മളിൽ പലരും അലംഭാവം കാണിക്കുന്നതും. വിശുദ്ധ ഖുർആൻ പരിശോധിച്ചു നോക്കുമ്പോ അഖീമുസ്സലാത്ത എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലെ 30-ലധികം ഭാഗത്ത് താക്കീദിന്റെ സ്വരത്തിലാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അഖീമുസ്സലാത്ത, മനുഷ്യരെ നിങ്ങൾ നമസ്കാരം നിലനിർത്തുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഇബാദത്തുകൾ അള്ളാഹുവിന്റെ അരികിൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ വആത്തുസ് സകാത്ത, റബ്ബ് നിശ്ചയിച്ച നിങ്ങളുടെ സമ്പത്തിലെ സകാത്ത് അതേ സൂക്ഷ്മതയോടുകൂടി ഉൾക്കൊള്ളാനും നമസ്കാരത്തെ പോലെ ഗൗരവത്തോടെ സകാത്തിന്റെ വിഷയത്തിൽ ഇടപെടണമെന്നുമാണ് ആവർത്തിച്ചാവർത്തിച്ച് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മെ ഓരോരുത്തരെയും ബോധ്യപ്പെടുത്തി തരുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വിശ്വാസം തകർന്നു പോകാവുന്ന, റബ്ബിലേക്ക് അവനെ ഏറ്റെടുക്കാനോ ഏൽപ്പിക്കാനോ സാധിക്കാത്ത ചില കാര്യങ്ങളെ അള്ളാഹു ഉദ്ദേശിച്ചതും ഉപദേശിച്ചതും അതേ രീതിയിലാണ്. അത്തീഉല്ലാഹ വ അത്തീഉർ റസൂല, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ പ്രവാചകനെയും നിങ്ങൾ അംഗീകരിക്കണം. ഇന്ന് ചില ആളുകൾ പറയുന്നത് പോലെ അള്ളാഹുവിന്റെ ഖുർആനൊക്കെ ഞങ്ങൾ അംഗീകരിക്കും, ഖുർആനിന്റെ ചര്യക്കനുസരിച്ച് ഞങ്ങൾ ജീവിക്കും. പക്ഷേ മുഹമ്മദ് നബി പ്രവാചകനാണോ, അതല്ലെങ്കിൽ 1400 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചൊരു കാട്ടറബി മാത്രമല്ലേ ഇന്ന് ചിന്തിക്കുന്ന ചില ഭൗതിക ഇഖ്വാനി മനസ്സോടുകൂടി ജീവിക്കുന്ന ആളുകളുണ്ട്. അവിടെയാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്, അത്തീഉല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ വഅത്തീഉർ റസൂല, നിങ്ങളുടെ പ്രവാചകനെയും നിങ്ങൾ അംഗീകരിക്കണം. ഗൗരവപ്പെട്ട വിഷയങ്ങൾ വരുമ്പോഴാണ് അല്ലാഹു തആല ഇത്തരത്തിൽ ഓരോ കാര്യങ്ങളും കൂട്ടിപ്പറയാറുള്ളത്. അവിടെയാണ് അഖീമുസ് സ്വലാത്തയും വആത്തുസ് സകാത്തയും, നിങ്ങൾ നമസ്കാരം നിർവഹിക്കുന്നവരാണെങ്കിൽ സകാത്ത് കൊടുത്തേ മതിയാകൂ. കാരണം ഒരു വിശ്വാസിയുടെ വിജയത്തെ പറ്റി പരിചയപ്പെടുത്തിയപ്പോ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തി, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. എന്തേ അവരുടെ യോഗ്യത? വല്ലദീനഹും ലിസകാത്തിഹിം ഫാഇലൂൻ, അവരുടെ സകാത്തിന്റെ വിഷയത്തിൽ അവർ കൃത്യമായി അള്ളാന്റെ ഹബീബിനെ അനുസരിച്ചിട്ടുണ്ടാകും. പക്ഷേ പ്രിയപ്പെട്ടവരെ,
നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സക്കാത്തിന്റെ വിഷയത്തിൽ ആർക്കും കൃത്യതയില്ല. ഇസ്ലാമിന്റെ മറ്റു പല കാര്യത്തിലും കാണിക്കുന്ന സൂക്ഷ്മത സക്കാത്ത് കൊടുക്കുന്നിടത്തും സക്കാത്ത് വാങ്ങുന്നിടത്തും ചില ആളുകൾ കാണിക്കാറില്ല. അതിന്റെ മഹത്വമോ, അത് കൊടുക്കാതിരുന്നാലുള്ള ഗൗരവമോ, അത് കൊടുത്താലുണ്ടാകുന്ന ശ്രദ്ധയോ, ഇതൊന്നും ഇന്ന് വരെ പല ആളുകളും പഠിക്കാനും തയ്യാറായിട്ടില്ല. അവനവന്റെ സമ്പത്തുകളെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല. പലപ്പോഴും നമ്മളെ കൂട്ടത്തിലുള്ള ആളുകൾ 3 തരക്കാരാ. ഒന്ന്, സക്കാത്ത് കൊടുക്കണം എന്നവൻ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഇന്ന് വരെ ആ സക്കാത്തിന്റെ കണക്ക് നോക്കി കൊടുക്കാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കിട്ടിയാൽ വാങ്ങും, അതെന്റെ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കും എന്നല്ലാതെ ഇസ്ലാമിലൂടെ ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ച നിസാബത്ത് കണക്കെന്റെ ജീവിതത്തിലുണ്ടോ, ഞാൻ സക്കാത്ത് കൊടുക്കാൻ അർഹനല്ലേ എന്ന് പോലും ചിന്തിക്കാതെ കിട്ടാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു കൂട്ടർ നമ്മളെ കൂട്ടത്തിലുണ്ട്. രണ്ടാമത്തൊരു കൂട്ടർ കൃത്യമായ കണക്കുകളൊക്കെ കയ്യിലുണ്ടാകും, അതിൽ കുറച്ച് മാത്രം കൊടുക്കും. എനിക്കിത്ര അല്ല കൊടുക്കാനുള്ളത് എന്നവർക്കറിയാമെങ്കിലും തന്റെ അളവിനനുസരിച്ച് കൊടുക്കാതെ സക്കാത്ത് കൊടുത്തു എന്ന സമാധാനത്തിന് വേണ്ടി ഏതെങ്കിലും ബാങ്കുകളിൽ നിന്നോ അല്ലാതെയോ 100ന്റെയോ 50ന്റെയോ നല്ല തിളക്കമുള്ള നോട്ടുകൾ വാങ്ങി വീട്ടിൽ യാചിക്കാൻ വരുന്നവർക്ക് 50ഉം 100ഉം കൊടുത്ത് ഏതെങ്കിലും പള്ളിയിലൂടെ സംഭാവന പെട്ടിയിലേക്ക് 500ഓ 1000ഓ ഇട്ട് കുടുംബത്തിൽ വല്യമ്മമാർക്കും ഇളയമ്മമാർക്കും കുടുംബക്കാർക്കും 1000മോ 500മോ വീതം കൊടുത്ത് ഞാൻ എന്റെ സക്കാത്ത് കുടുംബത്ത് കൊടുത്തു എന്ന് പറയുന്ന ആളുകളും നമ്മളെ കൂട്ടത്തിലുണ്ട്. മൂന്നാമത്തൊരു കൂട്ടർ കൃത്യമായ കണക്കുണ്ടാവും, ആ കണക്കറിയാത്തവർ അറിയുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കും, എന്നിട്ട് കണക്ക് നോക്കി കൃത്യമായി സക്കാത്ത് മാറ്റിവെക്കും. ആ സക്കാത്ത് അർഹതപ്പെട്ടവരിലേക്ക് എത്തും എന്നല്ലാതെ ഒരിക്കലും സക്കാത്തിന്റെ വിഷയത്തിൽ ഞാൻ എന്റെ റബ്ബിന്റെ മുൻപിൽ ചോദ്യം ചെയ്യപ്പെടുകയില്ല എന്ന പൂർണ്ണ ബോധത്തോടു കൂടി ജീവിക്കുന്ന ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ ഇതിൽ ഏത് കൂട്ടത്തിൽപ്പെടും? ഇക്കണ്ട കാലങ്ങൾ അത്രയും സക്കാത്ത് കൊടുത്തവരാണോ വാങ്ങിയവരാണോ? അഖീമുസ്സലാത്ത വ ആത്തുസ് സക്കാത്ത എന്ന് റബ്ബ് ആവർത്തിച്ച് പഠിപ്പിച്ചിട്ടും ഇസ്ലാമിലെ ബാക്കി എല്ലാ കാര്യത്തോടും കാണിക്കുന്ന ഒരു അടുപ്പം അള്ളാഹു പഠിപ്പിച്ച സക്കാത്തിന്റെ വിഷയത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. കാരണം പരിശുദ്ധ റമദാൻ മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ളതാണെങ്കിൽ അള്ള തന്ന സമ്പത്തിനെ ശുദ്ധീകരിക്കാനുള്ളതാണ് സക്കാത്ത്. അല്ലദീ യുഅ്തി മാലഹു യതസക്ക. അല്ലാഹുവിന്റെ മാർഗത്തിൽ അവർക്ക് റബ്ബ് കൊടുത്ത സമ്പത്തുകൾ അവർ സ്വീകരിക്കുന്നതോടൊപ്പം ആ സമ്പത്തുകൾ പരിശുദ്ധമാക്കാൻ വേണ്ടി കൃത്യമായി സക്കാത്ത് കൊടുക്കുന്നവരായിരിക്കും അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട അടിമകൾ. അങ്ങനെ സമ്പത്തിന്റെ സക്കാത്ത് കൊടുത്താലേ എന്റെയും നിങ്ങളുടെയും സമ്പത്ത് ഹലാലാവൂ. റബ്ബ് എനിക്ക് ജോലി തന്നു, എനിക്ക് വാഹനം തന്നു, എനിക്ക് ഭൗതിക ലോകത്ത് പല അനുഗ്രഹങ്ങളും തന്നു. അതെല്ലാം എന്റെ പരിശ്രമം കൊണ്ട്, ഞാൻ പഠിച്ചു വലിയ ഉദ്യോഗം നേടിയത് കൊണ്ട്, ഞാൻ എന്റെ ബിസിനസ് ട്രിക്ക് ഉപയോഗിച്ച് എന്റെ ഉറക്കം നഷ്ടപ്പെടുത്തി കോടികൾ സമ്പാദിച്ചതുകൊണ്ട് ഇതെന്റെ ശമ്പളല്ലേ, എനിക്ക് തീരുമാനിക്കാലോ എന്നൊന്നും ഈ ദുനിയാവിൽ പടച്ച റബ്ബ് തന്ന സമ്പത്തിനെ പറ്റി നമ്മൾ ചിന്തിക്കരുത്. റബ്ബ് തന്നതാണെങ്കിൽ ഓരോ നൽകപ്പെട്ടതിനും അള്ളാഹു നിയന്ത്രണം വെച്ചിട്ടുണ്ട്. ഏതുപോലെ എന്റെ കണ്ണാണ് എന്റെ മുഖത്തുള്ളതെങ്കിൽ ഈ കണ്ണുകൊണ്ട് എനിക്കെല്ലാം കാണാൻ എന്റെ റബ്ബ് അനുവാദം തന്നിട്ടില്ല. എന്റെ തലയിലാണ് എന്റെ ചെവിയുള്ളതെങ്കിൽ ഈ ചെവി കൊണ്ടെല്ലാം കേൾക്കാൻ റബ്ബ് എനിക്ക് അനുവാദം തന്നിട്ടില്ല. എന്റെ നാവ് ഒരുത്തനും കൂച്ചുവിലങ്ങിടാൻ ഒരു ചങ്ങല കൊണ്ടും ബന്ധിക്കാൻ ഇക്കൂട്ടത്തിൽ ഒരാൾക്കും പറ്റില്ലെങ്കിലും എന്റെ നാവ് കൊണ്ട് എന്തും സംസാരിക്കാമെന്ന് റബ്ബ് എന്നോട് കൽപ്പിച്ചിട്ടില്ല. അതുപോലെ തന്നെ അള്ളാഹു നിങ്ങൾക്ക് തന്ന സമ്പത്ത് നിങ്ങൾക്ക് തോന്നിയതുപോലെ ഉപയോഗിക്കരുതെന്നും അതിൽ റബ്ബ് നിശ്ചയിച്ച കണക്ക് 2.5% അള്ളാഹു നിശ്ചയിച്ച ആളുകൾക്ക് കൊടുക്കണമെന്നും വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു തആല തന്നെ കൽപ്പിക്കുന്നു. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, അള്ളാഹുവിന്റെ ദീനിനെ ഉൾക്കൊള്ളാൻ പര്യാപ്തമായി സൃഷ്ടിക്കപ്പെട്ടവരെ, റബ്ബ് തന്ന വായുവും റബ്ബ് തന്ന വെള്ളവും റബ്ബ് തന്ന ദുനിയാവിലെ ജീവിതവുമായി സന്തോഷത്തോടെ ജീവിക്കുന്ന മുഅ്മിനീങ്ങളെ, കുലൂ
മിമ്മാ ഫിൽ അർളി ഹലാലൻ തയ്യിബ. കുലു, നിങ്ങൾ കഴിക്കേണ്ടത് മിമ്മാ ഫിൽ അർളി ഹലാലൻ തയ്യിബ, ഈ ലോകത്ത് റബ്ബ് നൽകിയിട്ടുള്ള ഏറ്റവും നല്ല ഭക്ഷണത്തിൽ നിന്നാവണം, ഹലാലായ സമ്പത്തിൽ നിന്നാവണം നിങ്ങൾ ഓരോരുത്തരും ഭക്ഷണം കഴിക്കേണ്ടത്. വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്വാൻ, നിങ്ങൾ ഒരിക്കലും പിശാചിന്റെ പിന്നാലെ പോകരുത്. ഇവിടെ ലോകത്തുള്ള സർവ്വ ഉലമാക്കളും രേഖപ്പെടുത്തി, അവനവന്റെ സമ്പത്ത് തോന്നിയ പോലെ ഉപയോഗിക്കണം. എന്റെ പണം, എന്റെ സമ്പാദ്യം, ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ജീവിക്കും എന്ന് ചിന്തിക്കുന്ന ചിന്ത ഖുതുവാത്തി ശൈത്വാൻ, അത് പിശാചിന്റെ വഴിയാണ് എന്ന് ഈ ആയത്തിന്റെ നിർവചനത്തിൽ ലോകത്തുള്ള ഉലമാക്കൾ രേഖപ്പെടുത്തി. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അള്ളാഹു നിങ്ങൾക്ക് സമ്പത്ത് തന്നിട്ടുണ്ടോ? 1000 തന്നവന് 975 റബ്ബ് തീരുമാനിച്ചിട്ടുള്ളൂ. 1,00,000 തന്നവന് 97,500 അള്ള തീരുമാനിച്ചിട്ടുള്ളൂ. നിങ്ങൾക്കള്ള തന്നതിൽ 2% അള്ള നിങ്ങൾക്ക് തന്നതല്ല. അർഹതപ്പെട്ടവർക്ക് നിങ്ങൾ അത് കൊടുക്കുന്നുണ്ടോ എന്ന് റബ്ബിന് പരീക്ഷിക്കാൻ വേണ്ടി റബ്ബ് നിങ്ങൾ കേൾപ്പിച്ചു തന്നതാ. അതുകൊണ്ട് തന്നെ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, പിശാചിന്റെ വഴിയെ നിങ്ങൾ പോകരുത്. എല്ലാ കാര്യത്തിലും കാണിക്കുന്ന സൂക്ഷ്മത നിങ്ങൾക്ക് റബ്ബ് തന്ന സമ്പത്തിനും നിങ്ങൾ കാണിക്കണം. ആ പണം കൊടുക്കുന്നിടത്ത്, വാങ്ങുന്നിടത്ത് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച സൂക്ഷ്മതയോടെ നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കണം. വിശുദ്ധ ഖുർആൻ പരിശോധിച്ചു നോക്കിയാൽ പോലും സകാത്ത് കൊടുക്കാത്ത വ്യക്തികളോട് അത് പിടിച്ചു വാങ്ങാനും അർഹതപ്പെട്ടവർക്ക് വീതിച്ചു കൊടുക്കാനും ഖലീഫമാരോട് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ കൽപ്പിച്ചിട്ടുണ്ട്. ഖുദ് മിൻ അംവാലിഹിം സദഖതൻ, അവരുടെ സമ്പത്തിൽ നിന്നും ദാനത്തിനുള്ളത് നിങ്ങൾ പിടിച്ചെടുക്കുക, വാങ്ങുക. എന്നാൽ തുതഹിറുഹും, അതവരെ ശുദ്ധീകരിക്കും. വതുസക്കീഹിം ബിഹാ, അത് കൊടുത്തെങ്കിൽ മാത്രമേ അവരുടെ സമ്പത്ത് ശുദ്ധീകരിക്കപ്പെടുകയുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു പല വഴിക്കും നമുക്ക് പണം തരും. അതൊരിക്കലും നമ്മളോട് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് എന്ന് ചിന്തിക്കാൻ പാടില്ല. ഇഷ്ടം കൊണ്ടാണ് റബ്ബ് പണം തരുന്നതെങ്കിൽ ലോകത്തെ ഏറ്റവും നല്ല കോടീശ്വരനാവേണ്ടത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ. പക്ഷേ ലോകത്തിന്റെ പ്രവാചകൻ മരണപ്പെട്ടതിനു ശേഷം മരണം വരെ പിന്നെ ആയിഷ ബീവി കരഞ്ഞത് പ്രവാചകന്റെ പട്ടിണിയുടെ വയറ് കണ്ടിട്ടായിരുന്നു. വയറ് നിറച്ച റസൂലുള്ളാഹിക്ക് റൊട്ടി കിട്ടിയിട്ടില്ലെന്നും 3-4 ദിവസം പച്ചവെള്ളം കുടിച്ചാണ് എന്റെ ഹബീബ് ജീവിച്ചതെന്നും പറയുമ്പോ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഹൃദയം പൊട്ടി കരഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെയും നിങ്ങളുടെയും പോക്കറ്റിലും ബാലൻസിലും കിടക്കുന്ന പണം അതേത് സെക്കൻഡും കൊണ്ടുപോകാൻ കഴിവുള്ള റബ്ബാണ് അത് തന്നത് എന്ന പൂർണ്ണ ബോധ്യം നമുക്കുണ്ടാവണം. നേരം വെളുക്കുമ്പം പുറത്തേക്ക് പോകുന്ന വിസർജ്യത്തിൽ ഒരൽപ്പം ബ്രെഡ് കണ്ടാൽ സമ്പാദിച്ച സമ്പത്ത് മുഴുവനും ചെലവാക്കിയിട്ടും അവസാനം നാട്ടുകാരോട് പിരിവടിക്കേണ്ടി വരുന്ന ദാരുണമായ ചരിത്ര കഥകൾ ഈ സമൂഹത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ, ഒരു കാലത്ത് സുഭിക്ഷമായി ജീവിച്ചിരുന്ന ഫലസ്തീൻ എന്ന രാജ്യം ഇന്ന് 1000-ലധികം മക്കൾ പട്ടിണി കിട്ടാതെ മരിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോഴും റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ നടുക്കടലിൽ പച്ചമീനും ഉപ്പുവെള്ളവും കുടിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ, ഒട്ടകത്തിന്റെ ചാണകം ഉണക്കിത്തുന്ന സുഡാനികൾ ഇന്നും ഈ ലോകത്തിന്റെ മുന്നിൽ കണ്ണുനീരാണെങ്കിൽ, റബ്ബ് തീരുമാനിച്ചാൽ 1 സെക്കൻഡ് മതി സർവ്വ സമ്പാദ്യങ്ങളും ഇല്ലാതായി പോകാൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റബ്ബ് തന്ന പൈസ അത് റബ്ബിന്റെ തൃപ്തിയിലൂടെ മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായും ആ സമ്പത്തിൽ നിന്ന് നിങ്ങൾ സകാത്ത് കൊടുത്തേ മതിയാകൂ. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോ സ്വഹാബകളുടെ കൂട്ടത്തിൽ ഗോത്രക്കാരിൽ ചിലര് ആ സകാത്ത് കൊടുക്കാതിരുന്നു. അവര് അബൂബക്കർ സിദ്ദീഖിന്റെ അരികിൽ വന്ന് പറഞ്ഞു, അബൂബക്കറെ, ഇത് ഞങ്ങൾക്ക് ഞങ്ങളെ റബ്ബ് തൃപ്തിപ്പെട്ട് തന്നതാ. ഞങ്ങളെ കച്ചവട തന്ത്രം, ഞങ്ങളുടെ യാത്ര, ക്ഷീണം, ഇതൊക്കെ സഹിച്ച് ഞങ്ങൾ നേടിയ ലാഭം കൊണ്ട് ഞങ്ങൾ സുഭിക്ഷമായി ജീവിക്കുമ്പോ അതിൽ നിന്ന് 2.5% കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളെ കൊണ്ട് പറ്റൂല അബൂബക്കറെ, ഞങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുന്നില്ല. അന്ന് സിദ്ദീഖുൽ അക്ബർ അവരോട് തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, വല്ലാഹി വല്ലാഹി ലഉഖാതിലന്നഹും, നിങ്ങളോട് ഞാൻ യുദ്ധം ചെയ്യും. എത്യോപ്യയിലെ ശത്രുക്കൾക്ക് നേരെ വാളെടുത്ത സിദ്ദീഖുൽ അക്ബർ, ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് നേരെ വാളെടുത്ത ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കം മുഴുവൻ സഹാബാക്കളെയും മുൻനിർത്തി
സിദ്ദീഖുൽ അക്ബർ തിരിച്ചു പറഞ്ഞ മറുപടി, ലഉഖാതിലന്നഹും, നിങ്ങളോട് ഞാൻ യുദ്ധത്തിന് വരും. മൻ ഫറഖ ബൈന സ്വലാത്തി വസ്സകാത്തി, നമസ്കാരത്തിലും സകാത്തിലും വേർതിരിവുണ്ടാക്കുന്നവരോട്. നിസ്കരിക്കാൻ എല്ലാവർക്കും ഉഷാറ, കാരണം അതിന് പ്രത്യേകിച്ച് വലിയ ചെലവില്ല. നമസ്കാരത്തിന് പണച്ചെലവില്ല. അവനാൻ സമ്പാദിച്ച സമ്പത്തിൽ നിന്ന് നിശ്ചയിക്കപ്പെട്ട സകാത്തിന്റെ കണക്ക് നോക്കി കൊടുക്കാന്ന് പറഞ്ഞാൽ അത് ഈമാനാ. അത്രയേറെ ത്യാഗം ചെയ്ത് നേടിയ സമ്പത്തിൽ നിന്നും എനിക്ക് അർഹതപ്പെടില്ലെന്ന ബോധത്തോടുകൂടി നീക്കിവെക്കുന്നവൻ, 20 ലക്ഷം അനുഭാവമുള്ളവൻ, 20 ലക്ഷം സമ്പാദ്യമുള്ളവൻ 50,000 ഞാൻ നീക്കിവെച്ചേ മതിയാകൂ എന്ന് ചിന്തിക്കുന്നത് ഈമാൻ.